ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഗോവ ട്രിപ്പ് പാർട്ട് 2. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ 7 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്നു. പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമുക്ക് 9:30 ആകുമ്പോഴേക്ക് റൂം വെക്കേറ്റ് ചെയ്യണേനു. അപ്പോൾ വേഗം കുളിച്ച് എന്നിട്ട് വേഗം പോയി മാറ്റിയിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബസ്സിലേക്കാണ് ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ്. നല്ല വിശപ്പുണ്ടാവും, കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചതല്ലേ. അപ്പം വേഗം പോയി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ മരമൊക്കെ ആയിട്ട്, പിന്നെ നല്ല കാറ്റും, അപ്പുറത്താണെങ്കിൽ ബീച്ചും, നല്ല രസേനി. പിന്നെയെന്ന് പറഞ്ഞാൽ ഡോൾഫിനെ കാണാൻ പോവുക, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവം ഉണ്ടേനി. നമ്മളങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ. കുറേ ആൾക്കാർ പോയിനി, നമ്മൾ പോയിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം കൂടി നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കണ്ടേ. അപ്പം നമ്മൾ അതൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു ഗൈസ്. അടിപൊളി സ്ഥലം ഇനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളൊരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഏതോ പണ്ട് കാലത്ത് ആളുണ്ടാക്കി പൊട്ടിപ്പൊളുന്നൊരു സ്ഥലം. ബട്ട് അത് നല്ല രസമുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു. ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളില്ലേ, അങ്ങനത്തെ എന്തൊക്കെയോ ആണ്. അതൊക്കെ പോയി കണ്ടു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയതെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചിലേക്കാണ്. നല്ല രസമുള്ള ഒരു ചർച്ച ഇനി. അവിടെ എന്തൊക്കെയൊക്കെ കാണാനൊക്കെ ഉണ്ടേനു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അല്ല അവിടെ അല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഗൈസ്. പിന്നെ നേരെ പോയതെന്ന് പറഞ്ഞാൽ ഒരു ബീച്ചിലേക്കാണ്. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി, പിന്നെ സീറ്റൊക്കെ സെറ്റാക്കി ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 4 മണി 3:30 ആകുമ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ നടന്ന് ലാസ്റ്റ് KSRTC സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ബസ് കയറി JDTയിൽ ഇറങ്ങി. പിന്നെ എൻ്റെ ഡാഡി കൂട്ടാൻ വന്നു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ നമ്മൾ ഒരു 6 മണിക്കായപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ കിടന്നുറങ്ങി. ഇതാണ് ഗൈസ് അവർ ട്രിപ്പ് എക്സ്പീരിയൻസ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സംഭവം ശരിക്കും അടിപൊളിയാണ്. ടീച്ചേഴ്സും എല്ലാവരും അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എത്രയോളം നമ്മളെ ഗോവ ട്രിപ്പ് വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.